ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പാറ്റേണിൽ വരുന്ന നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സ്ലീവിൽ ഈ ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് പാറ്റേണിൽ വരുന്ന പ്രിൻറ്റഡ് റയോണ്ട മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 12 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 11 ഇഞ്ചാണ് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇനി യോക്ക് പാർട്ടിൻ്റെ താഴേക്ക് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ ലെങ്ത്ത് എടുക്കേണ്ടത് നൈറ്റിയുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 52 ഇഞ്ച് ലെങ്ത്തുള്ള നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നും യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് 11 ഇഞ്ച് എടുത്തു. ബാക്കി 41 ഇഞ്ചാണുള്ളത്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടി 42.5 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതും 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയും രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഈ തുണി രണ്ടായി മടക്കിയതിന് ശേഷം നേരത്തെ മടക്കി വെച്ചിട്ടുള്ള യോക്ക് പോർഷൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ചിൽ ഈ ഒരു തുണി കയറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഷോൾഡർ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത ഇരുഭാഗത്ത് നിന്നും താഴേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഈ ഒരു ഭാഗത്ത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 9.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ സ്ലോപ്പാക്കി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ കൈക്കുഴി വരച്ചെടുക്കാം. ഇതുപോലെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും വേസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും താഴേക്ക് ഈ തുണിയുടെ ഫുള്ള് വീതിയിൽ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ തുണിയുടെ താഴ്ഭാഗത്തെ വീതി വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാർട്ടും 2 പീസ് വീതമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കണം. ഇതുപോലെ ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഞാനിതുപോലെ റെഡിമെയ്ഡായി വാങ്ങിച്ചതാണ്. എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഈ ഒരു നെക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 20 രൂപയാണ്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. പിന്നെ ഈ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ തുണിയുടെ സെൻറ്ററും മാർക്ക് ചെയ്യണം.
അപ്പോൾ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ച് ഈ നെക്കിൻ്റെ ഭാഗത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 1/4 ഇഞ്ച് വിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് പാർട്ട് കറക്റ്റാക്കി ഒന്ന് വെച്ച് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം, നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കാക്കിയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. നെക്ക് ഡെപ്ത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് മടക്കി ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കണം, സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഈ ഒരു ക്രോസ് പീസ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൻ്റെ ക്രോസ് പീസിനെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ടിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത്ത് തയ്യൽ തുമ്പൂടെ കൂട്ടി 18 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ കോർണറിൽ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിലേക്ക് ടാപ്പ് സ്ലോപ്പാക്കി വെച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈക്കുഴി ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ വീതി 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് താഴ്ഭാഗത്തെ വീതി 6 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 2 പീസ് ഒരു സ്ലീവിന് വേണ്ടിയിട്ടും മറ്റേ 2 പീസ് മറ്റേ സ്ലീവിനും വേണ്ടിയിട്ടാണ്. ഇനി ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ള തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ പീസ് സ്ലീവുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ഒരു പീസ് തുണി നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സ്ലീവിൻ്റെ മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ഈ തുണിയുടെ നല്ല വശത്തേക്ക് ഈ ഒരു തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇതുപോലെ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നൈറ്റിയുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ നല്ല വശത്തേക്ക് ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ഈ ഒരു മാർക്കിംഗ് വരുന്ന ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ നല്ല വശം ചേർത്ത് വെച്ച് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നൈറ്റിയുടെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ തായ്ഭാഗം മുതൽ ഈ നൈറ്റിയുടെ തായ്ഭാഗം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൈറ്റിയുടെ തായ്ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ആയാൽ ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.